സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡിന് അർഹതയുണ്ടായിട്ടും ലഭിക്കാത്തവരാണോ നിങ്ങൾ? റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇനി 4 ദിവസത്തെ സമയം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനായി ഡിസംബർ 10 വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാവുന്നതാണ്. തുടർ പരിശോധനകൾ പൂർത്തിയാക്കിയാൽ അർഹതയുള്ളവർക്ക് മുൻഗണനാ കാർഡുകൾ നൽകുന്നതായിരിക്കും. 60,000 മുൻഗണനാ കാർഡുകളാണ് കേരളം വിതരണം ചെയ്യാനിരിക്കുന്നത്. 12,000 മഞ്ഞ കാർഡുടമകളും 48,000 പിങ്ക് കാർഡുടമകളുമാണ് വിതരണം ചെയ്യുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുന്നത്. കളക്ടർ, ജില്ലാ സപ്ലൈ ഓഫീസർ, താലൂക്ക് സപ്ലൈ ഓഫീസർ എന്നിവിടങ്ങളിൽ റേഷൻ കാർഡ് മുൻഗണനാക്രമത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ സ്വീകരിക്കില്ല. അനർഹരെ കണ്ടെത്താൻ ഭക്ഷ്യവകുപ്പ് നടത്തിയ ഓപ്പറേഷൻ യെല്ലോ പരിശോധനയിൽ 1.75 ലക്ഷം കാർഡുടമകളായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഇങ്ങനെ അർഹതയില്ലാത്തവരുടെ കാർഡുകൾ സറണ്ടർ ചെയ്താണ് പുതുതായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവരെ ഉൾപ്പെടുത്തി വിതരണം ചെയ്യുന്നത്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഭക്ഷ്യധാന്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. 2009 BPL പട്ടികയിൽ ഉൾപ്പെട്ട സാക്ഷ്യപത്രം. 2009 BPL പട്ടികയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അർഹരാണെന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം. വീടില്ലാത്തവർ പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭാ സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം. സ്ഥലമില്ലാത്തവർ വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം. വരുമാന സർട്ടിഫിക്കറ്റ്, വീടിന്റെ വിസ്തീർണം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്, നികുതി ചീട്ട് പകർപ്പി, ഗുരുതര രോഗങ്ങളുള്ളവർ ഡോക്ടറുടെ സാക്ഷ്യപത്രം, പരമ്പരാഗത തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ ബന്ധപ്പെട്ട അധികാരികളുടെ സാക്ഷ്യപത്രം എന്നിവയാണ് മുൻഗണനാ കാർഡ് ലഭിക്കുന്നതിനായി അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ.